അമേരിക്കയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി 34 വയസ്സുകാരൻ സൊഹ്റാൻ മമദാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സൊഹ്റാൻ മമദാനിയുടെ വിജയത്തിന് തിളക്കം ഏറെയാണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ, ചൈനയെ, റഷ്യയെ, പാകിസ്ഥാനെ, ലോകരാജ്യങ്ങളെ 56 ഇഞ്ച് നെഞ്ച് വിസ്താരവുമായി നടക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തുന്ന ലോക ചട്ടമ്പിയായ ഡൊണാൾഡ് ട്രംപിനെയാണ് മമദാനി തോൽപ്പിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് തൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും മമദാനിക്ക് നേരെ ഉപയോഗിച്ചു. ന്യൂയോർക്കിലെ ഒരൊറ്റ ജൂതവംശജരും മമദാനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. മമദാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഫെഡറൽ ഫണ്ടുകൾ കട്ട് ചെയ്യും, ഗ്രാൻറ്റുകൾ നൽകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇങ്ങനെ വോട്ടും തെരഞ്ഞെടുപ്പും അട്ടിമറിക്കാൻ വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയത് ലോക പോലീസായ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. ആ ഡൊണാൾഡ് ട്രംപിനെയാണ് സൊഹ്റാൻ മമദാനി തറ പറ്റിച്ചിരിക്കുന്നത്. പുറത്തുള്ളത് ആരുമാവട്ടെ അവരെ നേരിടാനുള്ള ധൈര്യവും സ്ഥൈര്യവും റെസീലിയൻസും ഉണ്ടാവുക. ഇതാണ് മമദാനിയിൽ നിന്ന് പഠിക്കേണ്ടത്. നരേന്ദ്രമോദിയുടെ മുമ്പിൽ തോറ്റുപോകുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മമദാനിയിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. പഠിക്കുന്നതിന് പകരം മമദാനി പാകിസ്ഥാൻ്റെ ആളാണ് എന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തത് സാക്ഷാൽ കോൺഗ്രസ് വക്താവ് അഭിഷേക് മനു സിംഗ്വിയാണ്. കാരണം അവർ ഭയപ്പെടുന്നു, ഹിന്ദു വോട്ടുകൾ ചോരുമോ എന്ന് ഭയപ്പെടുന്നു. മമദാനി ഒട്ടും ഭയപ്പെട്ടില്ല. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റിയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി ധാരാളമുണ്ട്. അവരുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് ആദർശത്തിൽ വെള്ളം ചേർക്കാൻ മമദാനി തയ്യാറായില്ല. ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണ്. അർത്ഥശങ്കക്കിടയില്ലാത്ത പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തതയുണ്ട്, ക്ലാരിറ്റിയുണ്ട്, പോരാട്ടത്തിൻ്റെ അഗ്നിവീര്യമുണ്ട്. അതാണ് ഒരു നേതാവിനുണ്ടാകേണ്ടത്. മുസ്ലിം പ്രീണനം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന, ചകിതരാകുന്ന കോൺഗ്രസിന് മമദാനിയിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. തൻ്റെ വിജയപ്രസംഗത്തിൽ മമദാനി കോട്ട് ചെയ്യുന്നത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനെയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹിസ്റ്റോറിക് സ്പീച്ചാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നത്. എ മൊമെന്റ് കംസ്, ചില മുഹൂർത്തങ്ങൾ വരും, ചില അവസരങ്ങൾ വരും, ബട്ട് റയർലി ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ അപൂർവമാണ് ഇത്തരം അവസരങ്ങൾ. ചരിത്രത്തിലെ അപൂർവ നിമിഷങ്ങൾക്കാണ് ന്യൂയോർക്ക് സിറ്റി സാക്ഷിയായിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ശക്തികളോട് ഒരു സിറ്റിയിലെ മേയർ സ്ഥാനാർത്ഥി മത്സരിച്ചു, വിജയിക്കുന്നു. ആരൊക്കെയായിരുന്നു മമദാനിയുടെ എതിരാളികൾ? ലോകത്തുള്ള മുഴുവൻ വലതുപക്ഷവും മമദാനിക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യയിലെ സംഘപരിവാർ, കാരണം മമദാനി വിട്ടുവീഴ്ചയില്ലാത്ത മോദിയുടെ വിമർശകനാണ്. ഇന്ത്യൻ വംശജരുടെ വോട്ട് നിർണായകമാണ്. നെതന്യാഹുവും നരേന്ദ്രമോദിയും തുല്യരാണെന്ന് പറയാൻ ഒരു ധൈര്യക്കുറവും മമദാനിക്കുണ്ടായില്ല. അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചു, ജിഹാദി എന്ന് വിളിച്ചു, കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. ഒരു സ്ഥലത്തും അദ്ദേഹം പതറിയില്ല. ഗ്രാൻറ്റുകൾ കട്ട് ചെയ്യുമെന്ന ഭീഷണി ഉയർത്തിയപ്പോൾ മമദാനി സ്ഥൈര്യപൂർവ്വം, ധൈര്യപൂർവ്വം മറുപടി പറഞ്ഞു, ഇത് ഭീഷണിയാണ്, ഭീഷണിയെ നിയമം കൊണ്ട് നേരിടും, വി വിൽ ഫൈറ്റ് ബാക്ക്, തിരിച്ചുള്ള പോരാട്ടം നടത്തും. പോരാട്ട വീര്യമാണ് നേതാക്കൾക്കുണ്ടാവേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷ കിങ്കരനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ന്യൂയോർക്ക് സിറ്റിയിലെ മേയർക്ക് വരാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ BJP സർക്കാരിനെ അട്ടിമറിച്ച് വിജയത്തിലെത്താൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയുന്നില്ല? വിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ട്രംപിനെ നേരെ വിളിച്ചുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, നിങ്ങളുടെ പാരമ്പര്യ ബോധത്തിൽ ഒരുപക്ഷെ ഞാൻ പ്രായക്കുറവുള്ള ആളായിരിക്കാം. ഐ ആം എ മുസ്ലിം, ഐ ആം എ ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പറാണ്. ഐ ആം എ സോഷ്യലിസ്റ്റ്, ഞാൻ ഒരു സോഷ്യലിസ്റ്റാണ്. ഐ റെഫ്യൂസ് ടു അപ്പോളജൈസ് ടു ദിസ്. ഇതിനൊന്നും വേണ്ടി നിങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയാൻ എന്നെ കിട്ടില്ല. ഇതാണ് പ്രസ്താവന, ഇതാണ് പ്രഖ്യാപനം, ഇതാണ് ആശയം, ഇതാണ് ആദർശം. ഇസ്ലാമോഫോബിയ ബാധിച്ച മുഴുവൻ ആളുകളെയും നിരാശപ്പെടുത്തിക്കൊണ്ട് വിജയശ്രീലാളിതനായി മമദാനി ന്യൂയോർക്ക് മേയറാകുമ്പോൾ കേവലം ഒരു സിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ
നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ, ജനാധിപത്യത്തിൻ്റെ പാഠങ്ങൾ അവിടെയുണ്ട്. തീവ്രമായ പോരാട്ടത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പാഠങ്ങൾ. ജനാധിപത്യം എന്ത് നമുക്ക് നൽകുന്നു എന്നതല്ല, ജനാധിപത്യത്തിന് നാം എന്ത് തിരിച്ചു നൽകുന്നു എന്ന ചരിത്രപരമായ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോടും മമദാനി പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ ഒതുക്കും, ബസ് ഫ്രീ ആയി നൽകും തുടങ്ങിയ സോഷ്യലിസ്റ്റ് വിപ്ലവ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനും ജിഹാദി ടാഗ് ലൈനുകളെ തോൽപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കൊടി ഉയർത്താൻ മമദാനിക്ക് സാധിച്ചു. ഇതാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത്. വിപ്ലവം വിജയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.